ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ഓപ്പോസിറ്റ് ഒരു നഴ്സറിയാണ്. ഈ ജാപ്പനീസ് നഴ്സറി നടത്തിയ സ്പോർട്സ് ഡേ ആഘോഷങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇന്നലത്തെ വീഡിയോയിൽ കണ്ട കുട്ടികളല്ല കേട്ടോ ഇത് കുറച്ചുകൂടെ വലിയ കുട്ടികളാണെന്ന് തോന്നുന്നേ. എന്തായാലും ആ കുഞ്ഞു മക്കളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് വന്നത് ഈ ടീമിന്റെ റണ്ണിങ് റേസ് ആയിരുന്നേ. ഇത് 3 പേരാണ് ഒരേ സമയത്ത് മത്സരിക്കുന്നത്. അവരൊരു ഹാഫ് റൗണ്ട് ആണ് ഓടിക്കൊണ്ടിരുന്നത്. ഇനി വന്നത് കുറച്ചും കൂടെ വലിയ കുട്ടികളാണ്. ഇവർ ഓടുന്നത് 3 പേരായിട്ട് തന്നെയാ. പക്ഷെ ഇവർക്ക് റൗണ്ട് വലുതാണ്. ഒരു ഫുൾ റൗണ്ട് ഇവർ ഓടുന്നുണ്ട്. ഇനി വരുന്നത് ഒരു കിണ്ണം കാച്ചി ഐറ്റം ആണ്. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണ് വരെ നിറഞ്ഞുപോയി. ഇത് ഒട്ടുമിക്ക എല്ലാ ജാപ്പനീസ് സ്കൂളിലും ഉള്ള ഒരു ഐറ്റം ആണ്. ഇത് കുട്ടികളുടെ ടീം വർക്കും യൂണിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് വന്ന ഈ ഗെയിം ആണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതായിരുന്നേ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിട്ടില്ലേ, വാല് പറിക്കുന്നത്. അവനവരുടെ വാല് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യണം, എതിർ ടീമിലുള്ള വാല് പറിക്കുകയും ചെയ്യണം. ഇത് വേറൊരു ഗെയിമാണ്. ഇതിൽ പേരൻസും കൂടെ ഇൻവോൾവ് ആണ്. 2 കുട്ടികളും അവരുടെ ഓരോ പേരൻസും വെച്ചിട്ട് ഈ റോഡുമായിട്ട് ഓടണം. ഇത് 2 ടീമായിട്ടാണ്. ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ആ തടസ്സം നൈസായിട്ട് മറികടന്നിട്ട് വേണം വരാനും. ഇനി വരുന്നതാണ് ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം, റിലേ. 3 ടീമായിട്ട് റെഡ്, ബ്ലൂ, യെല്ലോ അങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുട്ടികൾ റിലേ കളിക്കുക. റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോഴത്തെ റിയാക്ഷൻ ശ്രദ്ധിക്കണേ. തേർഡ് പ്രൈസ് അടിച്ച യെല്ലോ ടീമിന് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്ന ബ്ലൂ ടീമിനെയും റെഡ് ടീമിനെയും കണ്ടിട്ട് എനിക്ക് അത്ഭുതമായേ. ലാസ്റ്റ് എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നേ.